ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ഒരിക്കൽ രുക്മിണി ദേവി ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എല്ലാവരും രാധാകൃഷ്ണ എന്ന് പറയുന്നത്? എന്താണ് ആരും രുക്മിണി കൃഷ്ണ എന്ന് പറയാത്തത്? ഇത് കേട്ടപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ മറുപടി നൽകി, രാധയുടെ സ്നേഹം നിഷ്കളങ്കവും നിസ്വാർത്ഥവുമാണ്. അപ്പോൾ എൻ്റെ സ്നേഹം പരിശുദ്ധമായതല്ലേ? രുക്മിണി ദേവി ഭഗവാൻ ശ്രീകൃഷ്ണനോടായിട്ട് ചോദിച്ചു. ഇതിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ മറുപടി ഒന്നും നൽകിയില്ല. തുടർന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന് കഠിനമായ തലവേദന അനുഭവപ്പെട്ടു. അപ്പോൾ നാരദമുനി അവിടെ എത്തി. ഇതിന് ആകെ ഒരേ ഒരു പോംവഴി മാത്രമേ ഉള്ളൂ എന്ന് നാരദമുനി എല്ലാവരോടുമായിട്ട് പറഞ്ഞു. ആരെങ്കിലും അവരുടെ പാദത്തിലെ ധൂളി എടുത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നെറ്റിയിൽ പുരട്ടുക. ഇത് കേട്ടപ്പോൾ ആരും ഇതിന് തയ്യാറായില്ല. രുക്മിണി ദേവി പോലും മടിച്ചു നിന്നു. ഇത് ഞാൻ ചെയ്യുകയാണെങ്കിൽ നരകത്തിൽ പോലും എനിക്ക് സ്ഥാനം ലഭിക്കുകയില്ല എന്ന് രുക്മിണി ദേവി എല്ലാവരോടുമായിട്ട് പറഞ്ഞു. അപ്പോൾ രാധാറാണി അവിടെ എത്തി. ഒന്നും തന്നെ ആലോചിക്കാതെ തൻ്റെ പാദത്തിലെ ധൂളിയെടുത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നെറ്റിയിൽ പുരട്ടിക്കൊടുത്തു. ഉടനെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സുഖം പ്രാപിച്ചു. ഇത് കണ്ടപ്പോൾ രുക്മിണി ദേവി രാധാറാണിയോടായിട്ട് ചോദിച്ചു, അല്ല, നീ ഇത് എന്താണ് ചെയ്തത്? നിനക്ക് നരകത്തെ പേടിയില്ലേ? രുക്മിണി ദേവിയുടെ ഈ ചോദ്യത്തിന് രാധാറാണി മറുപടി നൽകി, എൻ്റെ പാദത്തിലെ ധൂളി കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ സുഖം പ്രാപിക്കുകയാണെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണന് വേണ്ടി ഏത് നരകത്തിൽ ചെല്ലാനും ഞാൻ തയ്യാറാണെന്ന് രാധാറാണി മറുപടി നൽകി. രാധാറാണിയുടെ സ്നേഹം നിഷ്കളങ്കവും ത്യാഗപരവുമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അസുഖം പ്രാപിച്ചിരിക്കുന്ന സമയത്ത് സ്വന്തം പാദത്തിലെ ധൂളി നൽകാൻ ആരും തയ്യാറായില്ല. പക്ഷേ രാധാറാണി നരകത്തെ ഭയപ്പെട്ടില്ല. ശ്രീകൃഷ്ണന് വേണ്ടി എന്തു ത്യാഗം സഹിക്കാനും രാധാദേവി തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് രാധാകൃഷ്ണ പ്രണയം ഉദാത്തമായി കണക്കാക്കുന്നത്. ഇതാണ് ഇന്നത്തെ കഥ. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.